ഡയലോഗ്സും അതിൻ്റെ ഒപ്പം ആ ഒരു റൈഡേഴ്സ് ഓഫ് റോഹൻ്റെ തീമും കൂടി ആകുമ്പോൾ നമുക്കറിയാം നമുക്കൊരു നല്ല അനുഭവമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത്. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെജോം ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഒരു റിവ്യൂ വീഡിയോ ആണ്. ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവീനെ പറ്റിയിട്ടാണ്. ആനിമേറ്റഡ് മൂവി ആയിട്ടുള്ള ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ ദ വാർ ഓഫ് ദ റോഹിർ, അതിൻ്റെ റിവ്യൂ ആണ്. സോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണില്ല. ഒരു കിടിലൻ എക്സ്പീരിയൻസ് തരുന്ന ഈ ഒരു മൂവീനെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. വാർ ഓഫ് ദ റോഹിറും ആ ഒരു ലോർഡ് ഓഫ് ദ റിങ്സിനെ ആനിമേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. അതിലത്തെ കഥ പറയുന്നത് റോഹൻ്റെ ആ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടാണ്. 153 വർഷങ്ങൾക്ക് ലോർഡ് ഓഫ് ദ റിങ്സിൻ്റെ ആ ഒരു കഥയ്ക്ക് മുമ്പ് നടക്കുന്നതാണ് ഇതിലെ മെയിൻ പ്ലോട്ട്. ഇതിലെ പ്രൊട്ടഗനിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഹെറ ലെജൻഡറിയും സ്ട്രോങ് ആയിട്ടുള്ള കിങ് ഹെൽം ഹാമർ ഹാൻഡിൻ്റെ മകളാണ്. അങ്ങനെ ഈ ഒരു രാജാവും ഫ്രെക്കു എന്ന് പറഞ്ഞ ഡൺ ലെൻഡിങ്സിൻ്റെ ലീഡറും തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടക്കുകയും ഒരു മരണവും ഉണ്ടാവുകയും ചെയ്യുന്നു. അവർ തമ്മിലുള്ള യുദ്ധമാണ് പിന്നീട് റോഹനും ഡൺലെഡിയൻസും തമ്മിൽ. അങ്ങനെ ഈ യുദ്ധം റോഹനെ അഫക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും ഹെറ എന്തൊക്കെ ചെയ്യണം അവരുടെ ആൾക്കാരെ രക്ഷിക്കാൻ എന്നതിനെ പറ്റിയിട്ടാണ് ബാക്കിയുള്ള കഥ പോകുന്നത്. ഈ പടത്തിൻ്റെ ആനിമേഷൻ ഒരു 2D സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. കുറേയൊക്കെ ഒരു ആനിമേ ലുക്കാണ് ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ പറയുക, ഇതിൻ്റെ ആനിമേഷൻ ഏകദേശം നമ്മുടെ രാമായണ ദ ലെജൻഡ് ഓഫ് പ്രിൻസ് രാമയുടെ ആനിമേഷനായിട്ട് സിമിലർ ആയിട്ട് തോന്നുകയും ചെയ്യും. ഇതിലത്തെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു സീനിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പടത്തിലത്തെ യുദ്ധം തന്നെയാണ്. ആൻഡ് ഡയറക്ടറിന് അത് അടിപൊളിയായിട്ട് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഭയങ്കര എപ്പിക് ആയിട്ട് തന്നെ തോന്നും. അതിലെ വയലൻസ് ആണെങ്കിലും ഒരു ആനിമേഷൻ രീതിയിൽ എങ്ങനെ ആ ഒരു വാർ പോർട്രേ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ മൂവിയിൽ ശരിക്കും അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലോർഡ് ഓഫ് ദ റിങ്സ് പടങ്ങൾ കണ്ടിട്ടുള്ള കുറേ സ്ഥലങ്ങളിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ക്യാമിയോസും ഉണ്ട്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സ്റ്റീഫൻ ഗലാഹർ ആണ്. ആ റൈഡേഴ്സ് ഓഫ് റോഹൻ്റെ ആ ഒരു തീം നല്ല രീതിയിൽ തന്നെ ഈ പടത്തിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ആ ബാറ്റിൽ സീക്വൻസിനൊക്കെ നല്ല കോംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ബീജിഎം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് മൊമെൻ്റ് ഒക്കെ വരും. ഇതിൽ വോയിസ് കാസ്റ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ബ്രയൻ കോക്സ് ആണ് ഹെൽം ഹാമർ ഹാൻഡിന് വോയിസ് കൊടുത്തിരിക്കുന്നത്. ഞാൻ എടുത്ത് പറയണം, കാരണം ആ ഒരു ഡീപ്പ് വോയിസ്, ആ ഒരു കിങ്ങിൻ്റെ ബോസ്, ആ ഒരു മാസ് കാണിക്കുന്ന ഒരു സംഭവം തന്നെയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരും നല്ല രീതിയിൽ തന്നെ ഡബ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പടത്തിന്. ഈ മൂവി മെയിനായിട്ട് കാണിക്കുന്നത് ഓഫ് കോഴ്സ് ആ ഒരു ദേഷ്യം, പവറിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഭ്രാന്ത്, അതൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. ഓവറോൾ നിങ്ങളൊരു ലോർഡ് ഓഫ് ദ റിങ്സ് ഫാൻ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ആ ഒരു മിഡിൽ എർത്ത് വീണ്ടും റീവിസിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് പുതിയതായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആനിമേ പടം തന്നെയായിരിക്കും. കാരണം ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് പോലും ഈ ഒരു മൂവി കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ്. പ്രിൻസിപ്പൂളിൻ്റെ ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ 5ൽ 4 തന്നെ കൊടുക്കണം. കാരണം ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരു തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ. സോ ദിസ് ഇസ് ദ റിവ്യൂ ഓഫ് ലോർഡ് ഓഫ് ദ റിങ്സ് ദ വാർ ഓഫ് ദ റോഹിറും. മൂവി നിങ്ങൾ പോയി കാണുക. അവിടെ നിങ്ങളുടെ അടുത്ത് കളിക്കുന്നുണ്ടെങ്കിൽ ആൻഡ് ഐ വിൽ ടെൽ യു ഇറ്റ് ഈസ് നോട്ട് എ ബാഡ് വാച്ച്. എന്തായാലും വേറെ കണ്ടൻസ് ആയിട്ട് ചാനലിലേക്ക് ഇനിയും വീഡിയോസ് വരുന്നുണ്ടാവും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്.